ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇനി നമ്മുടെ ഒരു സ്ലീവ് എങ്ങനെ മോടി കൂട്ടാം, അതായത് സ്ലീവിൽ നമ്മൾ എങ്ങനെ ഒരു പടി വെച്ച് തയ്ക്കണമെന്ന് നോക്കാം. അതൊരു പ്രത്യേക മോഡലിലാണ് ആ പടി ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഒരു സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനൊക്കെ പഠിച്ചു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഇതിനോടുകൂടി ഒരു 5.5 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ട് ഈ ഒരു പടി ഇവിടെ സെറ്റ് ചെയ്യണേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 2 സ്ലീവിനുള്ള പടിയാണ്. ഒരു 5.5 ഇഞ്ച് വീതിയിൽ സ്ലീവ് വിത്ത് നീളത്തിൽ നമ്മൾ പടി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ രണ്ടിൻ്റെയും സെൻറ്റർ ഒരു നോച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ നല്ല പുറം എടുത്ത് ഇതിൻ്റെ നല്ല പുറവും കൂടി വെച്ചിട്ട് നമ്മൾ സെൻറ്ററിലായിട്ട് വെച്ച് നോക്കുക. അങ്ങനെ സെൻറ്ററിൽ കറക്റ്റാണോ എന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ആദ്യം ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു വി കട്ട് വരുന്നുണ്ട്. ഈ വി കട്ട് എങ്ങനെ വരുമെന്നാണ് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ഈ അറ്റം ഇങ്ങനെ അടിച്ച് മറയ്ക്കുക. ഇതിൻ്റെ നല്ല പുറമാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചീത്ത പുറത്ത് ഇത് വെച്ച് അടിച്ച് മറയ്ക്കുക. ഇതിൻ്റെ ഇവിടെ നമ്മൾ സെൻറ്റർ നോക്കിയിട്ട് ഇവിടെ നമ്മൾ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, അടിച്ചിട്ട് അവിടെ വി പോലെ അടിച്ച് മറയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച് രണ്ടും ഒരേപോലെ ഇട്ടിട്ട് അടിച്ച് മറയ്ക്കുക. ഇത് 2 പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഇതാണ് സെൻറ്റർ ഇവിടെ നമ്മളിങ്ങനെ ഒരു മടക്ക് കൊടുക്കുക. കണ്ടോ, അത് മടങ്ങി വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് വി പോലെ തയ്ച്ച് ഇപ്പുറത്തേക്ക് അതേ അകലം, ഇവിടുത്തെ അകലമൊക്കെ കറക്റ്റായിരിക്കണം. ഒരു 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടിക്കുക. അടിച്ചിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ വി ആകൃതിയിൽ നമ്മൾ വെട്ടി കൊടുക്കണം. നമ്മൾ അടിച്ച് വെച്ചത് ഇങ്ങനെയൊന്ന് അവിടെ ഒരടിപ്പും കൂടെ വേണമെങ്കിൽ അടിച്ചു, കാരണം വിട്ടു പോകരുത്. അവിടെ നമ്മുടെ വി ഒരേ അകലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളിതിനെ മറച്ചിട്ടു. ഈ വി ആയിട്ട് തയ്ച്ചേക്കണം അവിടെയൊക്കെ കറക്റ്റായിട്ട് മറച്ചിടുക കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മറച്ചിട്ടിട്ട് ഇവിടെ ഈ കത്രികയുടെ തുമ്പ് വെച്ചിട്ട് ഈ മോന കറക്റ്റാക്കി കൊണ്ടുവരിക. അല്ലെങ്കിൽ അവിടെ വീതി വ്യത്യാസം വേണ്ട. ഇത് രണ്ടും ഒരുപോലെ നീളമായിരിക്കണം. എന്നിട്ട് അതിനെ പുറം കാണി കൊടുക്കുക. രണ്ടും കൂടി കൂട്ടി വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക.
എന്നിട്ടത് ഇത് ഇങ്ങനെ ഈ കയ്യിൽ ഇതിൻ്റെ നല്ല പുറമാണെങ്കിൽ നല്ല പുറത്ത് ഇതിങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ചീത്ത പുറം ഇതിൻ്റെ സെൻറ്ററിൽ വി പോലെ വരുന്ന സെൻറ്ററിൽ വരത്തക്ക വിധത്തിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. ഇതിവിടെ തന്നെ വരണം കേട്ടോ. നോച്ചിട്ടിട്ടുണ്ട്, അവിടെ തന്നെ വരണം. ആദ്യം ചീത്തപ്പുറവും കൂടി ഇട്ട് നല്ല പുറത്ത് വെച്ച് തയ്ക്കുക. ഒരു ഇത് കണ്ട ഒരു ഇതിൻ്റെ ഇത് ഒരെണ്ണം ഡിസൈൻ ഉള്ളത് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടേക്കാണ്. അതേ വീതിയിൽ തന്നെ ഒരേ വീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും തന്നെ മടക്കി ആ വീതിയിൽ മടക്കി തയ്ക്കുക. ഇങ്ങോട്ടേക്ക് കണ്ട. എന്നിട്ട് ഇതിൻ്റെ പുറമേ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ 1/4 ഇഞ്ച് വീതിയിൽ അടിക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ കൈയും കൂടെ ഇതും കൂടെ അടിക്കണം കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഇത് രണ്ടും കൂടെ ഒപ്പം വയ്ക്കുക. ഇങ്ങനെ ഒപ്പം വെച്ച് സെൻറ്ററിലൊന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുക. അവിടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മടക്കി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വരച്ചിടുക. വരച്ചിട്ടിട്ട് ഇവിടെ തന്നെ വി മോഡലിൽ നിങ്ങളിങ്ങനെ ഒന്നല വരച്ചിടുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ലെങ്ത്ത് എടുത്ത് അളന്നെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അതേ ലെങ്ത്ത് വരണം. ഈ ഇപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുള്ള അതേ ലെങ്ത്തിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ലെങ്ത്ത് എടുത്തിട്ട് ഇങ്ങനെ വീലൊന്ന് ആ ലെങ്ത്തിൽ ഇവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പം ഉണ്ടാകും. കണ്ടോ, അടയാളം ഒന്നല്ലേ നിങ്ങൾ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ മടക്കി എടുത്താൽ മതി. കണ്ട, ഈ വി വന്നു. അതിങ്ങനെ അടിക്കുക. ആ തുമ്പത്തോടെ വെച്ചിട്ട് അടിച്ച് ആ മടക്ക് വന്ന വശത്ത് വരുമ്പോൾ കുത്തി നിർത്തിയിട്ട് വി പോലെ എടുക്കുക. എന്നിട്ട് ആ വീനെ വെട്ടിക്കളയുക. എന്നിട്ട് ഇതിനെ മറച്ചിട്ടിട്ട് ഒന്നും കൂടെ കണ്ട, ഇതാണ് അതിൻ്റെ നല്ല പുറം. ഇത് ആ തുമ്പൊന്ന് വരാൻ കറക്റ്റാക്കുക. ഒരു കത്രികയുടെ തുമ്പ് കൊണ്ടൊന്ന് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പുറം കാണി ടോപ്പ് സ്റ്റിച്ച് നിങ്ങൾ കൊടുക്കുക. ഇത് രണ്ടും കറക്റ്റ് നീളമാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും. വീഡിയോ ലോങ്ങായി പോകണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. അത് നിങ്ങൾ ഇങ്ങനെയൊന്ന് ഒരു ചെറിയ കഷ്ണം തുണി എടുത്ത് അങ്ങനെ തയ്ച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഒരു ടോപ്പ് തയ്ക്കുമ്പോൾ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. എപ്പോഴും ഇങ്ങനത്തെ കൈയൊന്നും തയ്ക്കുന്നില്ലല്ലോ.
എന്നിട്ട് പിന്നെ ഇതിൻ്റെ ചീത്തപ്പുറത്ത് ഇങ്ങനെ നമുക്കിത് ഇത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ചീത്തപ്പുറം ഇതിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ചീത്തപ്പുറം എടുത്ത് ഇവിടെ ആദ്യം ഒന്ന് ഇങ്ങനെ തയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല പുറത്തോട്ട് ഇതിൻ്റെ നല്ല പുറം ഇങ്ങനെ വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. അപ്പം കിട്ടും. എന്നിട്ടത് തുമ്പൊളിച്ച് ഇതേ കറക്റ്റ് അളവിൽ അപ്പോൾ നമുക്കിതിങ്ങനെ നമ്മൾ ഇരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ അതുപോലെ ഇങ്ങോട്ടൊന്ന് അടിച്ചു വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഇരിക്കേണ്ടത്. അപ്പം ഇവിടെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ നാല് വശത്തും ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് സ്ലിറ്റ് മോഡൽ, സ്ലിറ്റ് ഇട്ട് എങ്ങനെയാണോ സ്ലിറ്റ് ഇട്ടിട്ട് ഒരു സ്ലീവ് തയ്ക്കണമെന്നുള്ള മോഡലാണിത്. ഈ മോഡൽ ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.